ആസിഫ് യെസ് എന്ത് പറയണോ? സുഖായിരിക്കുന്നു? സുഖം. ആദ്യം തന്നെ ആ ഗ്ലാസ് ഒന്ന് വെച്ച് കാണണമെന്നൊരു ആഗ്രഹം. ഞാൻ എത്തുന്നതിന് മുമ്പ് എന്റെ ഗ്ലാസ് കൂടെ എത്തി. അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. എല്ലാ പൈപ്പറും നല്ല പൊളിയാ. ആ ഒരു മ്യൂസിക് ഒക്കെ ഇടൂ. സരോജ് കുമാറിന്റെ മ്യൂസിക് ഇടുന്നത്. എന്താ നമ്മുടെ പേര്? അനിൽകുമാർ. നോട്ട് ചെയ്തോ? അനിൽകുമാർ. ഋതു എന്നുള്ളൊരു ഒറ്റപ്പടം കഴിഞ്ഞപ്പോ തന്നെ എല്ലാവരും വിലയിരുത്തി ഈ പയ്യൻ ഇവിടെ ഒന്നും നിൽക്കേണ്ടവനല്ല. പിന്നെ ജനിക്കേണ്ടവനേ അല്ല, കേറിപ്പോടിയകത്ത്. നിക്കണ്ടവനെ അല്ല. അതെ, ഇവൻ നിൽക്കേണ്ടവനേ അല്ല. ആസിഫ്, എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം വളരെ ഒരു പാവം പിടിച്ചൊരു പയ്യനായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. ഏറെക്കുറെ. പിന്നെ നീ ഇത് ആരോടും പറയുന്നു വേണ്ടോ. ഇനി എന്നെ ഞാൻ അഭിനയം അഭിനയമായിരുന്നു എന്റെ. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഞാൻ പറഞ്ഞത് ശരിയാണോ? വളരെ അങ്ങനെ എല്ലാരോടും സ്നേഹമായിട്ട് പെരുമാറുന്ന ഒരുപാട് നല്ല ഗുണങ്ങൾ. അബു സാറിന് അയാൾക്ക് വേണ്ടത്ര പരിചയമില്ലെന്ന് തോന്നുന്നു. അത്ര പാവമൊന്നും അല്ല, എന്നാലും ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു പയ്യനാണ്. ആസിഫ് അലിനെ സ്വന്തമായിട്ടൊന്ന് വിലയിരുത്തിയാൽ ആസിഫ് അലിക്ക് എന്ത് തോന്നുന്നു? കാണിച്ചു തരാം. അതിന് വലിയ ഭാരമൊന്നും ഇല്ലല്ലോ. ഞാൻ ഒരുപാട് സംസാരിക്കുന്ന ആളാണോ? അത് എന്റെ സംസാരം ഇല്ലായ്മ ഒരുപക്ഷെ തെറ്റിദ്ധരിക്കപ്പെടുമ്പോ പിന്നെ ആൾക്കാർ അത് വേറെ രീതിയിൽ എടുത്തേക്കാമോ? അങ്ങനെയൊക്കെ ചിലപ്പോ തോന്നുന്നു. ആവശ്യത്തിന് മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ. പിന്നെ എന്റെ അടുത്ത് എല്ലാരും പറയുന്നത് എന്നെ കണ്ട ഒരു സിനിമ നടനായിട്ട് തോന്നാറില്ല എന്ന് പറയാം. പിന്നെ അല്ല.